ഫ്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ തരത്തിലുള്ള ആരവാരങ്ങളും ഉയരാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നാളെ പുതുവർഷമാണ്. ജനുവരി 1. ജനുവരി 1 മുതൽ ഫെബ്രുവരി, മാർച്ച് 3 മാസമാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടത്തിൻ്റെ ഏറ്റവും സജീവമായ കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്നതല്ല, ഏതാണ്ട് ജനുവരി ആദ്യം തന്നെ തുടങ്ങും. ഫെബ്രുവരി, മാർച്ച് ഇലക്ഷൻ്റെ പ്രചരണ കോലാഹലങ്ങളുടെ ഒരു വലിയ പുകലുകൾ കാണാൻ പോകുന്ന മാസങ്ങളാണ്. ഏപ്രിൽ അവസാനം, സ്വാഭാവികമായിട്ടും ഏപ്രിൽ അവസാനം ഇലക്ഷൻ നടക്കും, അല്ലെങ്കിൽ മെയ് ആദ്യവും ഏപ്രിൽ അവസാനം മെയ് ആദ്യമായിട്ടായിരിക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ള വിഷയം, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ അല്ലെങ്കിൽ പരാജയത്തിൻ്റെ വിലയിരുത്തലുകൾ നടക്കുമ്പോൾ എല്ലാ പാർട്ടികളും ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു യാഡ്സ്റ്റിക്കായി ഒരു മാനദണ്ഡമായി കണക്കിലെടുത്തുകൊണ്ട് ഉള്ള വിലയിരുത്തലാണ്. ആ മാനദണ്ഡം ഇതിൽ കിട്ടിയ വോട്ട്, ഇതിൽ ജയിച്ച സീറ്റുകൾ, ജയിച്ച വാർഡുകൾ, പിടിച്ച കോർപ്പറേഷനുകൾ എന്നൊക്കെയാണ്. പക്ഷേ അവരാരും അറിയാത്തൊരു കാര്യമുണ്ട്, അറിയാമെങ്കിൽ തന്നെ അത് മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അത് ഈ വോട്ടർ പട്ടിക എന്ന് പറയുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക വളരെ വ്യത്യസ്തമാണ്. ഈ വോട്ടർ പട്ടിക പ്രകാരമല്ല ഇനി അടുത്ത 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള, ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുള്ള SIRമായി ബന്ധപ്പെട്ട ആ പട്ടിക തയ്യാറാവാൻ പോവുകയാണ്. ആ പട്ടിക വന്നതിന് ശേഷം ആ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. രണ്ടും വളരെയധികം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കട്ടിൽ കണ്ട് പനിക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തോടും മതേതര സ്വഭാവമുള്ള കോൺഗ്രസ് UDF പ്രസ്ഥാനത്തോടും ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്. അപ്പോൾ അത് സംബന്ധിച്ച ഒരു ചർച്ചയ്ക്കാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. എന്താണ് ശ്രീ EP അനിൽ, അതിൻ്റെ ഒരു ആന്തരമായ കാര്യങ്ങൾ, എന്താണ് അതിൻ്റെ ഒരു ഉൾക്കൊള്ളികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തീർച്ചയായും ഒന്ന്, വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ തന്നെ ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. ഇപ്പം നിലവിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ ഉപയോഗപ്പെടുത്തിയത് ത്രിതല പഞ്ചായത്തിന് വേണ്ടി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച 2025 സെപ്റ്റംബറിലെ വോട്ടർ പട്ടികയാണ്. അതിൽ അവരുടെ കണക്ക് പ്രകാരം 2,66,00,000 വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് തെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവം, വ്യത്യസ്തമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ. അതിനേക്കാൾ പ്രധാനമാണ് SIRൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അവിടെ പുറപ്പെടുവിക്കാൻ പോകുന്ന വോട്ടേഴ്സ് ലിസ്റ്റ്. ഇവിടെ നിലവിൽ തന്നെയുള്ള ഏറ്റവും ഗൗരവതരമായ പ്രശ്നം നമ്മൾ പറഞ്ഞു, 2,78,00,000 വരുന്ന വോട്ടർമാരെയാണ് SIRന് വിധേയമാക്കുമ്പോൾ കണ്ടെത്താൻ കഴിയാതെ 6 ലക്ഷം പേർ പുറത്തു നിൽക്കുന്നു. അതിനപ്പുറം ആബ്സെൻറ്റീസ്, സ്ഥലം മാറിപ്പോയവർ, മരിച്ചുപോയവർ, ഇങ്ങനെ ഒരു കണക്കിൽ ഏതാണ്ട് 24 ലക്ഷത്തോളം ആളുകൾ വരുന്നു. ഇനി എങ്ങനെയൊക്കെ പറഞ്ഞാലും, ഇനി എത്രയൊക്കെ തിരുത്തലുകൾ വരുത്തിയാലും കുറഞ്ഞത് 10 ലക്ഷത്തോളം നിലവിൽ വോട്ടർമാരായിരുന്നവർ തന്നെ കുറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു പുതിയ വോട്ടർ ലിസ്റ്റ് വരുന്നു. അതിന് നിലവിൽ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികകളുമായി യാതൊരു ബന്ധവുമില്ല. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഫലത്തെ മുൻനിർത്തി ഓരോ മുന്നണിക്കും ഇത്രയത്ര സീറ്റുകൾ ലഭിക്കും എന്നൊക്കെ നമ്മൾ മാധ്യമങ്ങൾ ഇങ്ങനെ കൊട്ടിക്കൊഴിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ വസ്തുതകളുമായി അതിന് യാതൊരു ബന്ധമില്ലെന്ന് പറയാൻ കാരണം, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 5% അധികം വോട്ട് LDFന് UDFിനേക്കാൾ ലഭിച്ചു എന്നുള്ള വസ്തുത. പക്ഷേ നമ്മൾ 80, 82, 88 ഒക്കെ തെരഞ്ഞെടുപ്പെടുത്താൽ 1% വ്യത്യാസത്തിലാണ് മുന്നണികൾ മാറി വരുന്നത്. അങ്ങനെയെങ്കിൽ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ തന്നെ വലിയ പൊളിച്ചെഴുത്തം വരാൻ പോകുന്നു. ത്രിതല പഞ്ചായത്തിന് ഉപയോഗിച്ച വോട്ടർ പട്ടികയല്ല ഇനിയും ഉപയോഗിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പം ഒരു അർത്ഥവും ഇല്ലാത്ത തരത്തിൽ ഈ ഭാവിയെ നിർവചിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, ഒന്ന് മാധ്യമങ്ങളുടെ തന്നെ ഒരു തെറ്റായ സമീപനമാണ്. അതിന് രാഷ്ട്രീയ പാർട്ടികൾ ചെവി കൊടുത്താൽ അതിന് വലിയ ഫലം അവരനുഭവിക്കേണ്ടി വരും. ഈ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ചെറിയ മാർജിനിൽ, ചെറിയ വ്യത്യാസത്തിലേക്കാണ്, വളരെ ചെറിയ വ്യത്യാസത്തിൽ നമ്മളിപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ടതാണ്. ചെറിയ വോട്ട് വ്യത്യാസത്തിൽ തന്നെ വലിയ തകർച്ചയാണ് പല പാർട്ടികൾക്കും ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വോട്ട് കിട്ടിയവർക്ക് സീറ്റ് കുറയുന്നു.
കുറച്ച് വോട്ട് കിട്ടിയവർക്ക് സീറ്റ് കൂടുന്നു. അതെല്ലാം എന്താണ്, ഓരോ സ്ഥലത്തെയും അവിടുത്തെ ബലാബലത്തിന്റെയും അതിൽ കിട്ടുന്ന ഭൂരിപക്ഷത്തിന്റെയും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ SIR എന്നുള്ള അപകടം, SIR എന്ന് പറയുന്ന ഇപ്പോൾ ഉണ്ടായിരിക്കും, SIR അപകടമായിട്ട് നമ്മൾ കാണുന്നില്ല. വോട്ടർ പട്ടികയിലെ ശുദ്ധീകരണം തന്നെയാണ് SIR യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് തുടങ്ങിയതാണ്. പക്ഷേ ഇതിലെ അപകടങ്ങളുണ്ട്, ചതിക്കുഴികളുണ്ട്. ആ ചതിക്കുഴികൾ തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇപ്പം ഈ പറഞ്ഞ ഈ പാർട്ടികൾ എന്താ ചെയ്യുന്നത്? പാർട്ടികൾ ഇതിനെ വെച്ചിട്ട് ഇപ്പം 58 സീറ്റിൽ LDF ഇപ്പോൾ മുന്നിലാണ്, 80 സീറ്റിൽ UDF മുന്നിലാണ്. എന്തിനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ബലാബലം വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അങ്ങനെയല്ല വസ്തുത എന്നുള്ളത് നമ്മൾ കാണണം. അപ്പൊ അതുകൊണ്ട് ഇതൊരു കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു പരിപാടിയായിട്ട് പാർട്ടികൾ ചെയ്യരുത്. അത് ശരി. അത് നമ്മളിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ തന്നെ സമീപനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ കൂടുതലായി എത്തിക്കുന്നതിനോടൊപ്പം തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാന ശിലയായ വോട്ടർ പട്ടികകൾ പുതുക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിച്ച അട്ടിമറികൾ ഇവിടെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ മുൻ പറഞ്ഞ മതനിരപേക്ഷ കക്ഷികൾ SIRനെ സംശയത്തോടെ കാണേണ്ടതില്ലെങ്കിൽ പോലും അതിൽ സംഭവിക്കുന്ന ചെറിയ പാളിച്ചകൾ പോലും പ്രധാന വിഷയമായി എടുത്ത് ആ തെറ്റുകൾ തിരുത്തിക്കാൻ ഇലക്ഷൻ കമ്മീഷനെ നിർബന്ധിപ്പിക്കണം. ഒപ്പം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ത്രിതല പഞ്ചായത്തിലെ രാഷ്ട്രീയമായ പ്രശ്നങ്ങളും തിരിച്ചടികളും ഒക്കെ ചർച്ച ചെയ്യുന്നതിൽ വിരോധമില്ല. പക്ഷേ അതിനെ കേവലം ലഭിച്ച വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ തൂക്കി നോക്കി പുതിയ ഫലം നിർവചിക്കാനും ഞങ്ങൾ പുതിയ വിജയം കൊയ്യുമെന്ന് UDFനെ പോലുള്ളവർ ആഗ്രഹിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് UDF 80 സീറ്റ് കിട്ടി, ഭരണം കയ്യിൽ വന്നു എന്നുള്ള മട്ടിലാണ്. അങ്ങനെ ആകരുത്. ഭരണം കയ്യിൽ വന്നു എന്നുള്ള മട്ടിലാണ്. 80 സീറ്റ് കിട്ടി കഴിഞ്ഞല്ലോ. 80 സീറ്റിൽ പ്രയാസമില്ല. മുഖ്യമന്ത്രി കുപ്പായം തയ്ക്കാനായിട്ട് ആളിപ്പോ 80 സീറ്റ്. അത് ഭയങ്കര മണ്ടത്തരമാണ്. അത് ഭയങ്കര മണ്ടത്തരമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഇത് 80 സീറ്റിന്റെ മുന്നിൽ വന്നു എന്ന് പറഞ്ഞാൽ ആ 80 സീറ്റിൽ മുന്നിൽ വന്നു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം എന്താ പറയുക, ഈ തെരഞ്ഞെടുപ്പും ആ തെരഞ്ഞെടുപ്പും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. പഴയ കാലത്തൊക്കെ അതിൽ എന്താണ് 3 മാസത്തെ ചെറിയ ഗ്യാപ്പിൽ തന്നെ ഇങ്ങനെ ഒരു വ്യത്യാസം വരുമ്പോഴത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഒരു പരിധിവരെ ഈ ചെറിയ ഗ്യാപ്പിലാണെങ്കിൽ അത് പ്രതിഫലിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പം അടിമുടി മാറാൻ പോകുന്നത് എന്താണ്? SIRലെ അത് പ്രകാരം വരുന്ന പട്ടികയാണ്. അതിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഇപ്പൊ അതാണ് ഞങ്ങൾ ഈ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. ഞങ്ങളുടെ ആശങ്ക എന്ന് മാത്രമല്ല, ഈ SIRനെ കുറിച്ച് ഞങ്ങൾ ആദ്യമേ പറയുന്ന SIRൽ അതിന്റെ ശരിയായ പോക്കല്ലെന്ന് കണ്ടിട്ട് ഞങ്ങൾ ആദ്യമേ പറയുന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ. അത് കണ്ടിട്ട് അതിന് അനുസരിച്ചുള്ള ഈ പറഞ്ഞ പാർട്ടികളൊന്നും അതനുസരിച്ചുള്ള ഒരുക്കങ്ങളോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. അങ്ങനെ ചെയ്യാതിരുന്നാൽ അത് നമ്മുടെ ഒരു ജനാധിപത്യ പരീക്ഷണത്തിൽ ഇവർ വലിയ പരാജയങ്ങൾ, അവിചാരിതമായി വലിയ തിരിച്ചടികൾ ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾക്കുണ്ടാകും. അവിടെയും ഇതിലുണ്ടാകുന്ന പാളിച്ചകൾ ഗുണപരമായി മാറാൻ സാധ്യതയുള്ളത് BJP പോലുള്ള പാർട്ടികൾക്കാണെന്ന് കൂടി ഈ ഉത്തരവാദിത്തപ്പെട്ടവർ തിരിച്ചറിയണം.